ഈ വത്സലയാണ് കരമനയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ വത്സല, ഈ കുട്ടികൾ ഇത്തരം അപകടത്തിൽ ചാടാതെ അവരെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന വെല്ലുവിളിയാണ് കൗമാരക്കാരായ എല്ലാ കുട്ടികളുടെയും രക്ഷകർത്താക്കൾക്ക് മുന്നിലുള്ളത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഹലോ, നമസ്കാരം. നമസ്കാരം. ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോ കണ്ടതാണ് ഒരു അപ്പൂപ്പന്റെ മോള്, അത് കഴിഞ്ഞൊരു മോൻ. ഞാൻ എന്തോ ചോദിക്കാൻ നോക്കിയപ്പോ അവിടെ ആരും സംസാരിക്കാനില്ല, എല്ലാരും ഫോണിലാണ്, സെപ്പറേറ്റ് ഓരോ ഫോണിലാണ് സംസാരിച്ചത്. അപ്പൊ ഇതിൽ ആരെയാണ് ശരിയാക്കേണ്ടത്? അപ്പൂപ്പനെയാണോ, മോളെയാണോ, കൊച്ചുമോനെയാണോ? അപ്പൊ എല്ലാവരും ഏറ്റവും കൂടുതൽ നേരം ടെലിഫോണിൽ ഗെയിമൊന്നും കളിക്കുന്നില്ലെങ്കിലും ടെലിഫോണിൽ കുത്തിയിരിക്കുകയും ഈ ചില ആപ്പുകളിലൊക്കെ പോയിട്ട് പണം നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നത് പ്രായമായ ആളുകളുടേതാണ്. അതാണ്. അപ്പൊ അവര് വേണം മറ്റവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ കറക്റ്റ് ചെയ്യേണ്ടത് മുതിർന്ന ആളുകളാണ്, എന്നാലല്ലേ ശരിയാവൂ. അതെ. അപ്പൊ അത് അങ്ങനെ ചെയ്താലേ പരിഹാരമാവുള്ളൂ. അതൊരു എന്തായാലും ശ്രീമതി വത്സല ചൂണ്ടിക്കാണിച്ചതും ഒരു ഗൗരവമുള്ള വിഷയം തന്നെയാണ്. നമ്മൾ കൗമാരക്കാരുടെ വിഷയമാണ് ചർച്ച ചെയ്തെങ്കിൽ പോലും പ്രായമായ ആളുകൾ ആണ് ഇപ്പോൾ കൂടുതലായി ഇത്തരം സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. കാരണം അവർക്ക് ജീവിതത്തിൽ കൂടുതൽ സമയമുണ്ട്, അതുകൊണ്ട് അവർ കൂടുതൽ സമയം സമൂഹ മാധ്യമത്തിൽ ചെലവഴിക്കും. അവരെ ലക്ഷ്യമിട്ടാണ് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ലക്ഷ്യത്തിൽ അവരുടെ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ പല പല ആശയങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുമൊക്കെ നടത്തുന്നത്. അവരുടെ കയ്യിൽ നിന്നാണ് പലപ്പോഴും പണമൊക്കെ നഷ്ടപ്പെടുന്നത്. ഈ അക്കൗണ്ടിലിട്ടാൽ ഇത്ര ശതമാനം പലിശ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരൂ, അല്ലെങ്കിൽ ഈ വെർച്വൽ അറസ്റ്റൊക്കെ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ വിഷയം കുട്ടികളുടേതാണ്. കുട്ടികളെ ചുറ്റും കാത്തിരിക്കുന്ന ഇത്തരം ഓൺലൈൻ വെബ്സൈറ്റുകളും അല്ലെങ്കിൽ അത്തരം ഗെയിം സൈറ്റുകളും ഒക്കെ ഉണ്ട്. അവയിലൊക്കെ പെട്ടുപോവാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് കുട്ടികളെ പഠിപ്പിക്കുക, അവരെ ബോധവൽക്കരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അത്തരം ആശങ്ക തന്നെയാണ് പ്രധാനമായും പ്രേക്ഷകരെല്ലാവരും പ്രകടിപ്പിച്ചത്. നാളെയും ഇതേ സമയം ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.